നമ്മുടെ രാജ്യത്തിന്റെ മറുപടികളുടെ ആദ്യഘട്ടം നയതന്ത്ര തലത്തിൽ തന്നെയാണ്. ഒപ്പം തന്നെ സൈനിക തലത്തിലുള്ള വിന്യാസങ്ങൾ അതെങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്നു എന്നൊക്കെയാണ് ഓരോ വാർത്തകളും പുറത്തു വരുന്നത്. അതിനിടയിലാണ് BSF ജവാൻ പാക് റേഞ്ചേഴ്സിന്റെ കസ്റ്റഡിയിൽ എന്ന റിപ്പോർട്ടുകൾ കൂടി ഏറ്റവും ഒടുവിലായി വന്നത്. വിവിധ വിവരങ്ങൾ പി ബസന്ത്, അർജുൻ പിതാവൻ എന്നിവർ നൽകും. ആദ്യം ബസന്തിലേക്ക്. ബസന്ത്, BSF ജവാൻ പാക് റേഞ്ചേഴ്സിന്റെ കസ്റ്റഡിയിലായെന്ന് തീർത്തും ആശങ്കയുണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. സ്വാഭാവികമായും ചിലപ്പോഴൊക്കെ അതിർത്തി കടക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ സൈനികരെ അങ്ങനെ കസ്റ്റഡിയിൽ എടുക്കാറുണ്ട്, നടപടികളിലൂടെ വിട്ടു നൽകാറുമുണ്ട്. ഇപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് നിലയിലാക്കയത്തിൽ നിൽക്കുകയാണ് അവർ. ഇന്ത്യക്കെതിരെ എന്ത് കച്ചിത്തുരുമ്പ് കിട്ടുമെന്ന് ആലോചിച്ചിരിക്കുന്നവരാണ്. എന്താണ് അതിന്റെ കൂടുതൽ വിവരങ്ങൾ? ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഒക്കെ പ്രതികരണങ്ങൾ. ദിവിഷ, ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഒരു പാക് റേഞ്ചേഴ്സിൻ്റെ കസ്റ്റഡിയിലേക്ക് ഒരു BSF ജവാൻ എത്തപ്പെടുന്നത്. നോമാൻസ് ലാൻഡിലേക്ക് കർഷകരുമായി നീങ്ങുന്ന ഒരു ഘട്ടത്തിലാണ് വിശ്രമത്തിനായി ഒരു മരത്തിൻ്റെ തണലിലേക്ക് BSF ജവാൻ നീങ്ങുന്നത്. അവിടെ വെച്ച് പാക് റേഞ്ചേഴ്സ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. BSFിൻ്റെ 182ാം ബറ്റാലിയനിലെ കോൺസ്റ്റബിളായ PK സിംഗ് ആണ് ഇപ്പോൾ പാക് റേഞ്ചേഴ്സിൻ്റെ കസ്റ്റഡിയിലുള്ളത്. ഹൂഗ്ലി സ്വദേശിയാണ്. ഈ മരത്തണലിലേക്ക് നീങ്ങുന്ന ഒരു ഘട്ടത്തിൽ അറിയാതെ അതിർത്തി കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പാകിസ്ഥാൻ ഈ PK സിംഗിൻ്റെ രണ്ട് ചിത്രങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഒന്ന് കണ്ണ് മൂടിക്കെട്ടിയിരിക്കുന്ന ഒരു ചിത്രം, 2 ആയുധങ്ങളുമായി പിടിയിലായിട്ടുള്ള ചിത്രം. ഒരു ഇൻസാസ് റൈഫിളാണ് ഉള്ളത്, അതോടൊപ്പം തന്നെ ഒരു വെള്ളം കുപ്പിയുമുണ്ട്. ഇതല്ലാതെ മറ്റൊന്നും അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടായിരുന്നില്ല. അപ്പോൾ കർഷകർക്ക് സംരക്ഷണം നൽകി ഈ കൃഷിയിടത്തിലേക്ക് പോകുന്ന ഒരു ഘട്ടത്തിലാണ് അറിയാതെ അതിർത്തി കടക്കുന്നത് എന്ന് വേണം അത് കരുതാൻ. പഞ്ചാബിലെ ഫിറോസ്പൂരിലുള്ള അന്താരാഷ്ട്ര അതിർത്തിയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. 2 BSFിൻ്റെയും പാക് റേഞ്ചേഴ്സിൻ്റെയും കമാൻഡർമാരുടെ ഫ്ലാഗ് മീറ്റിങ്ങിലൂടെ ഈ വിഷയം പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ ഒരു അസാധാരണ സാഹചര്യം ഇപ്പോൾ ഈ രാജ്യങ്ങൾക്കുമിടയിൽ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ എത്രത്തോളം ഇത് വിജയിക്കുമെന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. ഏതായാലും ശുഭപ്രതീക്ഷയാണ് ഈ കാര്യത്തിൽ BSF വെച്ച് പുലർത്തുന്നത്. ഫ്ലാഗ് മീറ്റിങ്ങിലൂടെ ഇത് പരിഹരിക്കാൻ കഴിയുമെന്നുള്ളത്. ഇതിന് മുമ്പുള്ള ചില സാഹചര്യങ്ങൾ, അതായത് ഈ അതിർത്തി അറിയാതെ കടക്കുന്ന ഒരു സാഹചര്യങ്ങളിലൊക്കെ തന്നെ കൈമാറാറുണ്ട് ഇരുവരെയും. BSFും കൈമാറിയിട്ടുണ്ട്, അതുപോലെ തന്നെ പാക് റേഞ്ചേഴ്സും BSF ജവാന്മാരെ തിരിച്ചുവിട്ടിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയാണ് ഇന്ത്യക്കുള്ളത് ഇപ്പോൾ. ശരി, ഈ നയതന്ത്ര തലത്തിലെ നടപടികൾ എങ്ങനെയൊക്കെയാണ്? ഇപ്പോൾ സിന്ധു നദീ ജല കരാർ മരവിപ്പിക്കൽ അടക്കമുള്ള നടപടികളിലേക്ക് ഇന്ത്യ കടന്നിരിക്കുന്നു. പാകിസ്ഥാൻ ചില മറുതന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഇസ്രായേൽ രാഷ്ട്രത്തലവനുമായിട്ട് വരെ നമ്മുടെ നയതന്ത്ര ചർച്ചകൾ നടക്കുന്നു. എങ്ങനെയാണ് പാകിസ്ഥാനെ ലോകത്തിന് മുന്നിൽ അത് ഭീകരവാദത്തിൻ്റെ ഉറവിടമായ രാഷ്ട്രമാണ് എന്ന് വീണ്ടും ബോധ്യപ്പെടുത്താനുള്ള നമ്മുടെ ശ്രമങ്ങൾ മുന്നോട്ട് പോകുന്നത്? ദിവിഷ, ഏറ്റവും പ്രധാനമായിട്ടുള്ളത് 2 കാര്യങ്ങളാണ് ഇന്ത്യ ഇന്നലെ സ്വീകരിച്ചിട്ടുള്ളത്. ഒന്ന്, നയതന്ത്ര തലത്തിൽ പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധങ്ങൾ വിച്ഛേദിക്കുന്നതിനുമായി തുടക്കം കുറിച്ചുകൊണ്ടുള്ള ചില നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. 2, ആഗോളതലത്തിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾക്ക് തുടക്കം കുറിക്കാനും ഇന്നലെ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ ഉപസമിതി തീരുമാനിച്ചിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് സിന്ധു നദീജല കരാർ മരവിപ്പിക്കും എന്ന് ഇന്നലെ പ്രഖ്യാപിച്ചത്. മാത്രമല്ല, പ്രതിരോധ അറ്റാഷുമാരെ പിൻവലിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ, ഹൈക്കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം കുറയ്ക്കുന്നത്, അതോടൊപ്പം തന്നെ വിസ, പാക് പൗരന്മാർക്കുള്ള സാർക്ക് ഉടമ്പടി പ്രകാരമുള്ള വിസ റദ്ദാക്കൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നടപ്പാക്കിയത്. പക്ഷേ ഇന്ന് ഒരു പടി കൂടി കടന്ന് ഇന്ത്യ കടുത്ത നിലപാടിലേക്ക് പോയിരിക്കുന്നു. അതായത് എല്ലാ വിസകളും, പാക് പൗരന്മാർക്ക് നൽകിയിട്ടുള്ള എല്ലാ വിസകളും റദ്ദാക്കുന്നു എന്ന് ഇന്ത്യ പ്രഖ്യാപിച്ചു. അത് 27-ാം തീയതിക്ക് മുമ്പ് ഇവരെല്ലാവരും ഇന്ത്യ വിട്ടു പോകണം എന്നുള്ളത് തന്നെയാണ്. അതായത് 27-ാം തീയതി വരെ മാത്രമേ ഇതിന് കാലാവധിയുള്ളൂ ഈ വിസകൾക്കെല്ലാം. അതേസമയം ഒരു വ്യത്യാസമുള്ളത്, ചികിത്സയ്ക്കായി നൽകുന്ന മെഡിക്കൽ വിസകളുടെ കാര്യത്തിൽ 29 വരെ സമയം നൽകിയിട്ടുണ്ട്. അതായത് 5 ദിവസം കൂടി, 5 ദിവസത്തിനുള്ളിൽ ഇവർ പോകണം. അതായത് ചികിത്സയ്ക്കായി വിവിധ ആശുപത്രികളിൽ പാക് പൗരന്മാർ എത്തിയിട്ടുള്ളവരുണ്ടെങ്കിൽ അവർ 29-ാം തീയതിക്കകം മടങ്ങിപ്പോകണം എന്നുള്ളതാണ് ഒരു തീരുമാനമുള്ളത്. മറ്റൊന്ന്, പാകിസ്ഥാൻ പാക് പൗരന്മാർക്ക് വിസ നൽകുന്ന എല്ലാ നടപടികളും നിർത്തിവെക്കാനും ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ ഇന്ത്യ കടുത്ത നടപടി ഇന്നും തുടരുന്ന ഒരു പശ്ചാത്തലത്തിൽ പാകിസ്ഥാനിൽ ഇന്ന് ദേശീയ സുരക്ഷാ സമിതിയുടെ യോഗം പ്രധാനമന്ത്രി ഷാബാസ് ഷെരീഫിൻ്റെ അധ്യക്ഷതയിൽ ചേർന്നിരുന്നു. ആ യോഗത്തിലെടുത്ത തീരുമാനങ്ങൾ, ഇന്ത്യ എടുത്തിട്ടുള്ള തീരുമാനങ്ങളെ മറ്റ് ബദൽ നടപടികളാണ്. അതിലേറ്റവും നിർണായകമായിട്ടുള്ളത് സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അതിൽ അവർ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ പാകിസ്ഥാൻ പുറത്തിറക്കിയിരിക്കുന്ന വാർത്താക്കുറിപ്പിൽ പറയുന്നത്,
സിന്ധു നദീജല കരാർ ഇന്ത്യ ഏകപക്ഷീയമായി റദ്ദാക്കുകയാണെങ്കിൽ ഇന്ത്യയുമായി പാകിസ്ഥാനുള്ള എല്ലാ ഉഭയകക്ഷി കരാറുകളും, അത് ഷിംല കരാർ അടക്കം, ഞങ്ങളും മരവിപ്പിക്കും എന്ന് മാത്രമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. മരവിപ്പിച്ചിട്ടില്ല. ഇന്ത്യ അത്തരത്തിൽ ഒരു തീരുമാനമെടുക്കുകയാണെങ്കിൽ ഞങ്ങളത് ചെയ്യും എന്നാണ് പറയുന്നത്. മറ്റൊന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ ഇന്നലെ നൽകിയ നോട്ട് വെർബലിൽ, അതായത് ഇന്ത്യ നൽകിയിട്ടുള്ള ഒരു കത്തുണ്ട് പാകിസ്ഥാൻ്റെ ഇവിടുത്തെ ഹൈക്കമ്മീഷനിലുള്ള ചുമതലയുള്ള ആളെ വിളിച്ചു വരുത്തി നൽകിയിട്ടുള്ള ഇന്ത്യ നൽകിയ കത്തിൽ ഈ സിന്ധു നദീജല കരാറിനെ കുറിച്ച് പറയുന്നില്ല എന്നുള്ളൊരു നിലപാട് പാകിസ്ഥാൻ്റെ വിദേശകാര്യ മന്ത്രി ഇപ്പോൾ അവിടെ ഇസ്ലാമാബാദിൽ സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ വ്യക്തതയില്ല. പക്ഷേ അത്തരമൊരു നിലപാട് ഇന്ത്യ സ്വീകരിക്കുകയാണെങ്കിൽ അത് യുദ്ധസമാനമായ നടപടിയായി ഞങ്ങൾ കരുതും എന്ന് പാകിസ്ഥാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മാത്രമല്ല അന്താരാഷ്ട്ര രംഗങ്ങളിൽ ഇത് വ്യവഹാരത്തിന് വഴിവെക്കും എന്നും പാകിസ്ഥാൻ മുന്നറിയിപ്പ് നൽകുന്നു. മറ്റ് തീരുമാനങ്ങൾ ഇവയാണ്. ഒന്ന്, ഇന്ത്യൻ പൗരന്മാർ 48 മണിക്കൂറിനകം രാജ്യം വിട്ടു പോകണം എന്നുള്ളതാണ്. ഈ ഇന്ത്യൻ പൗരന്മാരുള്ളതിൽ ഒരു ചെറിയ വ്യത്യാസം വരുത്തിയിട്ടുള്ളത് സിഖ് തീർത്ഥാടകർക്ക് ആ നിയന്ത്രണം അല്ലെങ്കിൽ ആ നിബന്ധന വരുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല വാഗ അതിർത്തി വഴിയുള്ള എല്ലാ വ്യാപാരങ്ങളും നിർത്തിവെക്കുന്നു എന്ന് പാകിസ്ഥാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വാഗ അതിർത്തി അടയ്ക്കുന്നു എന്ന് പാകിസ്ഥാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം എന്ന് പറഞ്ഞത് വ്യോമപാത, പാകിസ്ഥാൻ്റെ വ്യോമപാത ഇന്ത്യൻ വിമാനങ്ങൾക്ക് അടയ്ക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇന്ത്യൻ പൗരൻ്റെ ഉടമസ്ഥതയിലുള്ള ഏതെങ്കിലും വിമാന കമ്പനികളുണ്ടെങ്കിൽ ആ വിമാനങ്ങളുടെ സർവീസ് പാകിസ്ഥാൻ്റെ വ്യോമാതിർത്തി വഴി അനുവദിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ പാകിസ്ഥാൻ എടുത്തിട്ടുള്ള തീരുമാനം. അത് നേരത്തെ ബാലാക്കോട്ട് ബോംബാക്രമണത്തിന് ശേഷം 5 മാസത്തേക്ക് പാകിസ്ഥാൻ സമാനമായൊരു തീരുമാനമെടുത്തിരുന്നു. അതായത് ഇന്ത്യൻ വിമാനങ്ങൾക്ക് വ്യോമപാത അനുവദിക്കില്ല എന്നുള്ളത്. ആ 5 മാസത്തിന് ശേഷം പിന്നെ പൂർണ്ണമായി തുറക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എയർ ഇന്ത്യ ഈ തീരുമാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ അല്പസമയം മുമ്പ് ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് അവരുടെ അമേരിക്കയിലേക്കും UK-യിലേക്കും യൂറോപ്പിലേക്കും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്കുമുള്ള, അതായത് ഗൾഫ് രാജ്യങ്ങളിലേക്കുമുള്ള വിമാന സർവീസുകൾ റൂട്ട് മാറ്റുന്നു എന്നിപ്പോൾ എയർ ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനുമായി ബന്ധപ്പെട്ട് അധിക സമയം വേണ്ടിവരും യാത്രയ്ക്ക്. സ്വാഭാവികമായിട്ടും കൂടുതൽ ഇന്ധനം ചെലവാകും. അപ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ വർധനവ്, അതായത് ഇന്ധനത്തിൻ്റെ കൂടുതൽ വർധനവും അതോടൊപ്പം തന്നെ ഈ റൂട്ട് മാറ്റവുമായി ബന്ധപ്പെട്ട സമയ ചെലവും ഇതെല്ലാം തന്നെ യാത്രക്കാരുടെ തലയിലേക്ക് വരികയും നിരക്ക് വർധനയ്ക്കുള്ളൊരു സാധ്യതയും അവിടെ നിൽക്കുന്നു. ഇതിൽ മറ്റൊന്നുള്ളത്, ഈ റൂട്ട് മാറ്റം വിമാന കമ്പനികളെ സാമ്പത്തികമായി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നേരത്തെ ഞാൻ ഈ പറഞ്ഞ ബാലാക്കോട്ട് സമയത്ത് ഇന്ത്യൻ വിമാന കമ്പനികൾ ഇത് സമാനമായ തരത്തിൽ റൂട്ട് മാറ്റിയിരുന്ന ഒരു സാഹചര്യത്തിൽ വലിയ നഷ്ടം നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന് അന്ന് പാർലമെന്റിലെ ഒരു ചോദ്യത്തിന് അന്നത്തെ വ്യോമയാന മന്ത്രിയായിരുന്ന ഹർദീപ് സിംഗ് പുരി പറഞ്ഞിരുന്നു. ഏകദേശം $89 മില്യൺ നഷ്ടമാണ് വിമാന കമ്പനികൾക്കുണ്ടായത് എന്നുള്ളൊരു കണക്ക് പാർലമെന്റിലെ ഒരു ചോദ്യോത്തരത്തിന്റെ ഭാഗമായി ഹർദീപ് സിംഗ് പുരി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പ്രധാനമായും ഇന്നുണ്ടായിട്ടുള്ള നയതന്ത്ര തലത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ. BSF ജവാനാണ് ഇപ്പോൾ അതിനിടയിൽ വന്നിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം.